എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കല്ലേ? ഓക്കെ, നമുക്ക് കുറച്ച് നേരം ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷില് കംപ്ലീറ്റ് ദ ഫോളോയിങ് ആണ് വെച്ച് പഠിപ്പിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 38 കംപ്ലീറ്റ് ദ ഫോളോയിങ് പഠിപ്പിക്കാൻ പോകുന്നത്. The villagers Jasmo and did not learn to use water. The villagers of Jasmo did not learn to use water carefully because the villagers of Jasmo did not learn to use water carefully because അതായത് ജാസ്മോ ഗ്രാമവാസികൾ വെള്ളം ശ്രദ്ധാപൂർവം ഉപയോഗിക്കാൻ പഠിച്ചില്ല. ജാസ്മോ ഗ്രാമവാസികൾ എന്ത് ചെയ്തില്ല? വെള്ളം ശ്രദ്ധാപൂർവം ഉപയോഗിക്കാൻ പഠിച്ചില്ല. ജാസ്മോ ഗ്രാമവാസികൾ വെള്ളം ശ്രദ്ധാപൂർവം ഉപയോഗിക്കാൻ പഠിച്ചില്ല. The villagers of Jasmo did not learn to use water carefully because അതായത് ജാസ്മോ ഗ്രാമവാസികൾ എന്ത് ചെയ്തില്ല? വെള്ളം ശ്രദ്ധാപൂർവം ഉപയോഗിക്കാൻ പഠിച്ചിരുന്നില്ല. കാരണം എന്താണെന്ന് നോക്കാം. And right, there was a continuous supply of water throughout the year and there was no water shortage even during the summers. There was a continuous spelling of name CONTINUOUS continuous supply 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 of water water throughout throughout the year year and there was no water shortage 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 even during during the summers SUMMERS summers. Okay, there was a continuous supply of water throughout the year and there was no water shortage even during the summers. There was a continuous supply of water throughout the year and there was no water shortage even during the summer. അതിന്റെ ആൻസർ ആണ് ആദ്യത്തെ കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസിന്റെ ആൻസർ ആണ് ടീച്ചർ പഠിപ്പിച്ചത്. ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്. കാരണം എന്താണ്? വർഷം മുഴുവനും തുടർച്ചയായി ജലവിതരണം ഉണ്ടായിരുന്നു. എപ്പോഴും എന്താ? എല്ലാ വർഷത്തിലും എപ്പോഴും എന്താ? അവിടെ ഇഷ്ടം പോലെ വെള്ളം ലഭിക്കുമായിരുന്നു. ഇവിടെ ജാസ്മോയില് വർഷം മുഴുവൻ എന്ത് ചെയ്യുമായിരുന്നു? ഇഷ്ടം പോലെ വെള്ളം ലഭിക്കുമായിരുന്നു. വേനൽക്കാലത്ത് പോലും എന്തുണ്ടായിരുന്നില്ല? വെള്ളത്തിന് യാതൊരു ക്ഷാമവും എവിടെ ഉണ്ടായിരുന്നില്ല? ജാസ്മോയിൽ ഉണ്ടായിരുന്നില്ല. വേനൽക്കാലത്ത് പോലും ജാസ്മോയില് യാതൊരു വിധത്തിലുള്ള വെള്ളത്തിന് ക്ഷാമവും ഉണ്ടായിരുന്നില്ല. എവിടെയാ? ജാസ്മോയില് വേനൽക്കാലത്ത് വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിരുന്നില്ല. വർഷം മുഴുവനും അവിടെ എന്ത് ലഭിക്കുമായിരുന്നു? വെള്ളം ലഭിക്കുമായിരുന്നു. ജാസ്മോയില് വർഷം മുഴുവനും വെള്ളം ലഭിക്കുമായിരുന്നു. ജാസ്മോയില് വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല. ജാസ്മോയില് വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല. ജാസ്മോയിൽ എന്താ? വർഷം മുഴുവനും വെള്ളം ലഭിക്കുമായിരുന്നു. ജാസ്മോയില് വർഷം മുഴുവനും വെള്ളം ലഭിക്കുമായിരുന്നു. ജാസ്മോയില് യാതൊരു ക്ഷാമവും വെള്ളത്തിന് ഉണ്ടായിരുന്നില്ല. Okay, the villagers of Jasmo did not learn to use water carefully because ജാസ്മോയിലെ ഗ്രാമവാസികൾ വെള്ളം ശ്രദ്ധാപൂർവം ഉപയോഗിക്കാൻ പഠിച്ചില്ല. അതിന് കാരണം എന്താണ്? ശ്രദ്ധാപൂർവം അവർ വെള്ളം ഉപയോഗിക്കാൻ പഠിക്കാത്തതിന് കാരണം എന്താണ്? അവർക്ക് ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നു. അവർക്ക് വർഷം മുഴുവനും വെള്ളം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേനൽക്കാലമായാലും ഉണക്കത്തായാലും അവർക്ക് എന്ത് കിട്ടുമായിരുന്നു? നല്ല വെള്ളം ലഭിക്കുമായിരുന്നു. നല്ലതുപോലെ വെള്ളം ലഭിക്കുമായിരുന്നു. പിന്നെ അവർ വെള്ളം സംഭരിക്കുന്നതിന്റെ ആവശ്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ എന്ത് ചെയ്തില്ലായിരുന്നു? വെള്ളം സംഭരിച്ച് വെക്കത്തില്ലായിരുന്നു. ഇഷ്ടം പോലെ ധാരാളമായിട്ട് എന്ത് ചെയ്യുമായിരുന്നു? അവർ വെള്ളം ഉപയോഗിക്കുമായിരുന്നു. ആരാണ് ഉപയോഗിക്കുന്ന വെള്ളം കൂടുതലായിട്ട്? ജാസ്മോയിലെ ആളുകൾ ജനങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ജാസ്മോയിലെ ജനങ്ങൾ ഇഷ്ടം പോലെ വെള്ളം ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ജാസ്മോയിൽ എന്താണ്? വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഇല്ലായിരുന്നു. വർഷം മുഴുവനും ജാസ്മോയിൽ വെള്ളം ഉണ്ടായിരുന്നു. വേനൽക്കാലത്ത് പോലും ജാസ്മോയിൽ എന്തുണ്ടായിരുന്നു? വെള്ളം ഉണ്ടായിരുന്നു. The villagers of Jasmo did not learn to use water carefully because there was a continuous supply of water throughout the year and
there was no water shortage even during the summers. The villagers of Jasmo did not learn to use water carefully because there was a continuous supply of water throughout the year and there was no water shortage even during the summers. Okay. And the next question again. The villagers of Jasmo were taught a lesson by. The villagers of Jasmo were taught a lesson by. ജാസ്മോ ഗ്രാമവാസികളെ ഒരു പാഠം പഠിപ്പിച്ചു. ജാസ്മോ ഗ്രാമവാസികളെ എന്ത് ചെയ്തു? ഒരു പാഠം പഠിപ്പിച്ചു. ആരായിരിക്കാം ജാസ്മോ ഗ്രാമവാസികളെ ഒരു പാഠം പഠിച്ചത്? നമുക്ക് നോക്കാം. ഓക്കെ. Mother Earth, along with the sun and the sun and the rain gods. Okay. Mother Earth, Mother M-O-T-H, Earth E-A-R-T-H, Earth along A-L-O-N-G, along with the sun, S-U-N, sun and the rain, R-A-I-N, rain, God, okay, gods, G-O-D-S, gods, okay. അതായത് ജാസ്മോ ഗ്രാമവാസികളെ ഒരു പാഠം പഠിപ്പിച്ചു. ആരാണ് ഒരു പാഠം പഠിച്ചതെന്ന് നോക്കാം. സൂര്യദേവനും മഴ ദൈവങ്ങളും ഒപ്പം ഭൂമി മാതാവ്, അതായത് സൂര്യദേവനും മഴ ദൈവങ്ങൾക്കും ഒപ്പം ആരാണ്? ഭൂമി മാതാവും കൂടെയാണ് ആരെ പാഠം പഠിപ്പിച്ചത്? ജാസ്മോയിലെ ഗ്രാമവാസികളെ ഒരു പാഠം പഠിപ്പിച്ചത് ആരൊക്കെയായിരുന്നു? സൂര്യദേവനും മഴദേവനും അതുപോലെ തന്നെ ആരാണ്? ഭൂമി മാതാവും കൂടെ ചേർന്നാണ് ആരെ പാഠം പഠിപ്പിച്ചത്? ജാസ്മോ ഗ്രാമവാസികളെ ഒരു പാഠം പഠിപ്പിച്ചത് സൂര്യദേവനും മഴദേവനും അതുപോലെ തന്നെ ഭൂമി മാതാവും ചേർന്നാണ് ജാസ്മോ ഗ്രാമവാസികളെ ഒരു പാഠം പഠിപ്പിച്ചത്. സൂര്യദേവനും മഴദേവനും അതുപോലെ തന്നെ ഭൂമി മാതാവും ചേർന്നാണ് എന്ത് ചെയ്തത്? ജാസ്മോ ഗ്രാമവാസികളെ ഒരു പാഠം പഠിപ്പിച്ചത്. ആരൊക്കെ ചേർന്നാണ് ജാസ്മോ ഗ്രാമവാസികളെ ഒരു പാഠം പഠിപ്പിച്ചത്? സൂര്യദേവനും മഴദേവനും അതുപോലെ തന്നെ ഭൂമി മാതാവും ചേർന്നാണ് എന്ത് ചെയ്തത്? ജാസ്മോ ഗ്രാമവാസികളെ ഒരു പാഠം പഠിപ്പിച്ചത്. ഓക്കെ, നോക്കിക്കേ, അതിന്റെ ആൻസർ ഒന്നുകൂടെ നോക്കിക്കേ. ക്വസ്റ്റ്യൻ ആൻസർ മിസ് ഒന്നുകൂടെ വായിക്കുകയാണേ. The villagers of Jasmo were taught a lesson by Mother Earth along with the sun and the rain gods. The villagers of Jasmo were taught a lesson by Mother Earth along with the sun and the rain gods. Okay, the villagers of Jasmo were taught a lesson by Mother Earth along with the sun and the rain gods. Mother Earth along with the sun and the rain gods. The villagers of Jasmo were taught a lesson by Mother Earth along with the sun and the rain gods. അതായത് ജാസ്മോ ഗ്രാമവാസികളെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് സൂര്യദേവനും മഴദേവനും ഒപ്പം ഭൂമി മാതാവും വിചാരിച്ചു. അതായത് ജാസ്മോ ഗ്രാമവാസികളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ആരൊക്കെ വിചാരിച്ചു? മഴദേവനും സൂര്യദേവനും അതുപോലെ തന്നെ ആരാ? ഭൂമി മാതാവും വിചാരിച്ചു. എന്താ? ജാസ്മോ ഗ്രാമവാസികളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന്, ജാസ്മോ ഗ്രാമവാസികളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് മഴദേവനും സൂര്യദേവനും അവർക്കൊപ്പം ആരും വിചാരിച്ചു? ഭൂമി മാതാവും വിചാരിച്ചു. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. The people of Ranakpur could use water in the summer season because the people of Ranakpur could use water in the summer season because
the people of Ranakpur could use water in the summer season because അതായത് രണക്പൂരിലെ ജനങ്ങൾക്ക് വേനൽക്കാലത്ത് വെള്ളം ഉപയോഗിക്കാമായിരുന്നു. കാരണം വേനൽക്കാലമായപ്പോൾ രണക്പൂരിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാമായിരുന്നു? വെള്ളം ഉപയോഗിക്കാമായിരുന്നു. കാരണം എന്തായിരിക്കും? രണക്പൂരിൽ ഭയങ്കര വെള്ളക്ഷാമമുള്ള സ്ഥലമാണെന്നല്ലേ നമ്മൾ പഠിച്ചത്, ഗ്രാമമാണെന്നാണ് നമ്മൾ പഠിച്ചത്. രണക്പൂരിൽ വെള്ളക്ഷാമമുള്ള ഗ്രാമമാണെന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ വേനൽക്കാലത്ത് അവർ എന്ത് ചെയ്തിരുന്നു? വെള്ളം ഉപയോഗിച്ചിരുന്നു. എങ്ങനെയായിരിക്കും അവർ വെള്ളം ഉപയോഗിച്ചത്? Okay, the villagers used water very carefully. The people of Ranakpur could use water in the summer season because the villagers used water very carefully. അതായത് ഗ്രാമവാസികൾ എന്ത് ചെയ്തു? വെള്ളം വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചു. അതായത് രണക്പൂരിലെ ഗ്രാമവാസികൾ എന്ത് ചെയ്തു? അവിടുത്തെ വെള്ളം, അവർ ഉപയോഗിക്കുന്ന വെള്ളം എന്ത് ചെയ്തു? വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിച്ചു. ഓക്കെ, the villagers, villagers, villagers used water very carefully. C-A-R-E-F-U-L-L-Y, carefully. The villagers, 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 villagers used water, W-A-T-E-R, water very, very carefully. C-A-R-E-F-U-L-L-Y. അതായത് രണക്പൂരിലെ ജനങ്ങൾക്ക് വേനൽക്കാലത്ത് വെള്ളം ഉപയോഗിക്കാമായിരുന്നു. കാരണം അവർ എന്ത് ചെയ്യുന്നില്ല? ഗ്രാമവാസികൾ വെള്ളം വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഉപയോഗിച്ചിരുന്നത്. ഗ്രാമവാസികൾ എന്ത് ചെയ്തു? രണക്പൂരിലെ ഗ്രാമവാസികൾ വെള്ളം വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിച്ചത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? വേനൽക്കാലത്തും വെള്ളം ഉപയോഗിക്കാമായിരുന്നു. രണക്പൂരിലെ ഗ്രാമവാസികൾ വെള്ളം വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിച്ചത് കൊണ്ട് അവർക്ക് വേനൽക്കാലത്തും എന്ത് ചെയ്യാമായിരുന്നു? വെള്ളം ഉപയോഗിക്കാമായിരുന്നു. രണക്പൂരിലെ ഗ്രാമവാസികൾ എന്ത് ചെയ്തു? വെള്ളം വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിച്ചത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? വെള്ളം വേനൽക്കാലത്ത് ഉപയോഗിക്കാമായിരുന്നു. അവരെന്താ വളരെ ശ്രദ്ധയോടുകൂടിയാണ് വെള്ളം ഉപയോഗിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്യാമായിരുന്നു? രണക്പൂരിലെ ആളുകൾക്ക്, ജനങ്ങൾക്ക് എന്താ വളരെ ശ്രദ്ധയോടുകൂടി അവർ വെള്ളം ഉപയോഗിച്ചത് കൊണ്ട് വേനൽക്കാലത്ത് അവർക്ക് വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ വെള്ളം കൂടുതലായിട്ട് കിട്ടാത്ത ഒരു ഗ്രാമമായിരുന്നു രണക്പൂർ. അവിടുത്തെ എന്താ വേറെ ജലസ്രോതസ്സുകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്താ ഭൂഗർഭജലം മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അവർക്ക് വേറെയുള്ള ജലസ്രോതസ്സുകളൊന്നും ഇല്ല. ആ ഭൂഗർഭജലത്തിൽ നിന്നാണ് അവർ എന്ത് ചെയ്തിരുന്നത്? അവർ കിണറുകളിലേക്കൊക്കെ വെള്ളം ലഭിച്ചിരുന്നത്. അതുകൊണ്ട് എന്താ അവർക്ക് ആർക്കായിട്ട് അവർക്ക് വെള്ളത്തിന്റെ ഉപയോഗം അതായത് രണക്പൂരിലെ ജനങ്ങൾക്ക് വെള്ളത്തിന്റെ ഉപയോഗം നല്ലതുപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ വെള്ളം വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഉപയോഗിച്ചത്. വളരെ ശ്രദ്ധയോടുകൂടി അവിടുത്തെ സ്ത്രീകളായാലും കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാം എന്ത് ചെയ്തു? വളരെ ശ്രദ്ധയോടുകൂടി വെള്ളം ഉപയോഗിച്ചത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? വേനൽക്കാലമായാലും അവർക്ക് വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല. Okay, the people of Ranakpur could use water in the summer season because the villagers used water very carefully. The people of Ranakpur could use water in the summer season because the villagers used water very carefully. Okay, ടീച്ചർ ഇപ്പോൾ പഠിപ്പിച്ച 3 കംപ്ലീറ്റ് സെന്റൻസിൽ 3 എന്ത് ചെയ്യുക? നല്ലതുപോലെ ടീച്ചർ പഠിച്ച കംപ്ലീറ്റ് സെന്റൻസിൽ 3 ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലത് ക്വസ്റ്റ്യനും ആൻസറും ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന സെന്റൻസ് എന്ത് ചെയ്യുക? 5 ടൈംസ് വീതം വെച്ച് നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് പഠിക്കുക. 1, 2, 3 എന്ന് പറഞ്ഞ ടീച്ചർ 3 പഠിപ്പിച്ചു. ആ 3 നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് 5 ടൈംസ് വീതം വെച്ച് എഴുതി പഠിക്കുക. ടീച്ചർ പഠിച്ച 3 നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് എഴുതുക. ഓരോന്നും നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് എഴുതിയിട്ട് ഓരോന്നും 5 ടൈംസ് വീതം വെച്ച് നിങ്ങൾ എഴുതി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിച്ചാൽ മതി, ടീച്ചർ പറഞ്ഞു തരാം. 5 ടൈംസ് വീതം വെച്ച് എഴുതി പഠിച്ചതിന് ശേഷം അതിന് ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് ഇട്ട് തന്നെ ടീച്ചർ പഠിപ്പിച്ച 3 കംപ്ലീറ്റ് ഫോളോയിങ് സെന്റൻസ് എന്ത് ചെയ്യുക? 5 ടൈംസ് വീതം വെച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് എഴുതി പഠിക്കുക. എഴുതി പഠിച്ചതിന് ശേഷം അതിന്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് ഇട്ട് തരിക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിച്ചാൽ മതി, ടീച്ചർക്ക് ക്ലിയർ ചെയ്തു തരാം.
അതുപോലെ തന്നെ ആ ലെസൺ ഒന്നും കൂടി നിങ്ങൾ നല്ലതുപോലെ വായിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമുക്ക് കമ്പ്യൂട്ടർ പഠിച്ചാലോ? നമ്മള് കമ്പ്യൂട്ടറിൽ ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സ്പെഷ്യൽ കീസ് ഓൺ കീബോർഡ്. ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സ്പെഷ്യൽ കീസ് ഓൺ കീബോർഡ്. നമ്മൾ ആ ചാപ്റ്റർ കീബോർഡിലെ പല തരത്തിലുള്ള കീകളെ കുറിച്ച് പഠിച്ചായിരുന്നില്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ അത്? ഇന്ന് നമുക്ക് പ്രിന്റ് സ്ക്രീൻ എന്താണെന്ന് പഠിക്കാം. എന്താണ് പ്രിന്റ് സ്ക്രീൻ? Often abbreviated as PRT, SCR, the print screen key is useful key supported on most PCs. Often abbreviated as PRT screen, the print screen key is useful key supported on most PCs. എന്താണ് പ്രിന്റ് സ്ക്രീൻ കീയെ ചുരുക്ക രൂപത്തിൽ ഷോർട്ട് ഫോമിൽ എന്തെന്ന് പറയും? PRT സ്ക്രീൻ. എന്താണ് PRT SCR? പ്രിന്റ് സ്ക്രീനെ നമ്മൾ അബ്രിവേറ്റ് ആയിട്ട് ഷോർട്ട് ഫോമിൽ പറയുന്നത് എന്താണ്? ഷോർട്ട് ഫോമിൽ എഴുതുന്നത് PRT SCR എന്നാണ്. അതായത് പ്രിന്റ് സ്ക്രീൻ. The print screen key is a useful key support on most PCs. മിക്ക PCSനും മിക്ക പേഴ്സണൽ കമ്പ്യൂട്ടറിലെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കീ ആണ് എന്തെന്ന് പറയുന്നത്? പ്രിന്റ് സ്ക്രീൻ എന്ന് പറയുന്നത്. The print screen key is a useful key supported on most PCs. മിക്ക പേഴ്സണൽ കമ്പ്യൂട്ടറിലെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഉപയോഗപ്രദമായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കീ ആണ് എന്ത്? പ്രിന്റ് സ്ക്രീൻ എന്ന് പറയുന്നത്. Indoors, pressing the print screen key helps to feed the content on the display screen in an image format to the computer's memory to specified software or to a printer. Indoors, pressing the print screen key helps to feed the content on the display screen in an image format to the computer memory to specified software or to a printer. Then indoors, pressing the print screen key helps to feed the content on the display screen in an image format to the computer's memory to specified software or to a printer. ഡോസില് പ്രിന്റ് സ്ക്രീൻ കീ അമർത്തുമ്പോൾ, ഡോസില് പ്രിന്റ് സ്ക്രീൻ കീ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അമർത്തുമ്പോൾ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫൈ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നിർദ്ദിഷ്ട സോഫ്റ്റ്വെയറിലോ അല്ലെങ്കിൽ പ്രിന്ററിലേക്കോ കണ്ടന്റ് ഇമേജ് ഫോർമാറ്റില് കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്ത്? പ്രിന്റ് സ്ക്രീൻ എന്ന് പറയുന്നത്. കണ്ടന്റ് ഇമേജ് ഫോർമാറ്റില് ഡിസ്പ്ലേ ചെയ്യുന്ന സ്ക്രീനില് അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അതിന് സഹായിക്കുന്നതിനെയാണ് പ്രിന്റ് സ്ക്രീൻ കീ എന്ന് പറയുന്നത്. Indoors, pressing the print screen key helps to feed the content on the display screen in an image format to the computer's memory to specified software or to a computer. ഡോസില് പ്രിന്റ് സ്ക്രീൻ കീ അമർത്തുമ്പോൾ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലേക്കോ അല്ലെങ്കിൽ നിർദ്ദിഷ്ട സോഫ്റ്റ്വെയറിലോ അതും അല്ലെങ്കിൽ ഒരു പ്രിന്ററിലേക്കോ ഇമേജ് ഫോർമാറ്റിൽ കണ്ടന്റ് ഉള്ളടക്കങ്ങള് എന്ത് ചെയ്യും? ഡിസ്പ്ലേ സ്ക്രീനില് ഫീഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? ഡിസ്പ്ലേ സ്ക്രീനിൽ ഫീഡ് ചെയ്യാൻ സഹായിക്കുന്ന കീ ആണ് എന്ത്? പ്രിന്റ് സ്ക്രീൻ എന്ന് പറയുന്നത്. ഇൻഡോഴ്സ്, pressing the print screen key helps to feed the content on the display screen in an image format to the computer memory to specified software or to a printer. ഡോസില് പ്രിന്റ് സ്ക്രീൻ കീ അമർത്തുമ്പോൾ
കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലേക്കോ അല്ലെങ്കിൽ നിർദ്ദിഷ്ട സോഫ്റ്റ്വെയറിലേക്കോ അല്ലെങ്കിൽ പ്രിന്ററിലേക്കോ എന്താണ് ഇമേജ് ഫോർമാറ്റിൽ കണ്ടന്റ് ഡിസ്പ്ലേ സ്ക്രീനില് ഫീഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കീ ആണ് എന്ന് പറയാ പ്രിന്റ് സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ എക്സസൈസ് പഠിച്ചാലോ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ റൈറ്റ് ട്രൂ ഓർ ഫാൾസ് പഠിച്ചായിരുന്നു, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും പഠിച്ചായിരുന്നു അല്ലേ? എല്ലാവർക്കും അതൊക്കെ ഓർമ്മയുണ്ടോ? ഇന്ന് നമുക്ക് ആൻസർ ദി ഫോളോയിങ് പഠിക്കാം. ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലിസ്റ്റ് ഔട്ട് ദി വേരിയസ് കീസ് അവൈലബിൾ ഓൺ ദി കീബോർഡ്. കീബോർഡിലുള്ള പലതരത്തിലുള്ള കീകൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. കീബോർഡിൽ നമുക്ക് ഏതൊക്കെ കീകൾ കാണാൻ പറ്റും? ഫംഗ്ഷൻ കീ കാണാൻ പറ്റും. പിന്നെ എന്ത് കാണാൻ പറ്റും? കഴ്സർ കൺട്രോൾ കീ കാണാൻ പറ്റും. എസ്കേപ്പ് കീ കാണാൻ പറ്റും. കൺട്രോൾ കീ ഉണ്ട്, ഷിഫ്റ്റ് ഉണ്ട്, എന്റർ ഉണ്ട്, ടാബ് ഉണ്ട്, ഇൻസർട്ട് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, സ്ക്രോൾ ലോക്ക് കീ ഉണ്ട്, നം ലോക്ക് കീ ഉണ്ട്, ക്യാപ്സ് ലോക്ക് ഉണ്ട്, പോസ് ഓർ ബ്രേക്ക് കീ ഉണ്ട്, പ്രിന്റ് സ്ക്രീൻ ഉണ്ട് അല്ലേ? ഇത്രയും സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റും കീബോർഡിൽ അല്ലേ? എന്തായാലും നമ്മുടെ ചോദ്യം, ലിസ്റ്റ് ഔട്ട് ദി വേരിയസ് കീസ് അവൈലബിൾ ഓൺ ദി കീബോർഡ്. ഒരു കീബോർഡിൽ അവൈലബിൾ ആയിട്ടുള്ള കീകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരുന്നത്. ഏതൊക്കെയാണ്? ഫംഗ്ഷൻ കീസ്, കഴ്സർ കൺട്രോൾ കീസ്, എസ്കേപ്പ്, കൺട്രോൾ, ഷിഫ്റ്റ്, എന്റർ, ടാബ്, ഇൻസർട്ട്, ഡിലീറ്റ്, സ്ക്രോൾ ലോക്ക്, നം ലോക്ക്, ക്യാപ്സ് ലോക്ക്, പോസ് ഓർ ബ്രേക്ക്, പ്രിന്റ് സ്ക്രീൻ ആർ ദ കീസ് പ്രസന്റ് ഓൺ എ കീബോർഡ്. എന്താണ് കീബോർഡിൽ കാണപ്പെടുന്ന പ്രധാനമായിട്ടുള്ള കീകൾ ഏതൊക്കെയാണ്? ഫംഗ്ഷൻ കീസ്, കഴ്സർ കൺട്രോൾ കീസ്, എസ്കേപ്പ് കീ, കൺട്രോൾ, ഷിഫ്റ്റ്, എന്റർ, ടാബ്, ഇൻസർട്ട്, ഡിലീറ്റ്, സ്ക്രോൾ ലോക്ക്, നം ലോക്ക്, ക്യാപ്സ് ലോക്ക്, പോസ് ഓർ ബ്രേക്ക്, പ്രിന്റ് സ്ക്രീൻ ആർ ദ കീസ് പ്രസന്റ് ഓൺ എ കീബോർഡ്. കീബോർഡിൽ കാണാൻ കഴിയുന്ന കീകളാണ് ഫംഗ്ഷൻ കീ ഉണ്ട്, കഴ്സർ കൺട്രോൾ കീ ഉണ്ട്, എസ്കേപ്പ് ഉണ്ട്, കൺട്രോൾ ഉണ്ട്, ഷിഫ്റ്റ് കീ ഉണ്ട്, എന്റർ കീ ഉണ്ട്, ടാബ് ഉണ്ട്, ഇൻസർട്ട് ഉണ്ട്, ഡിലീറ്റ് കീ ഉണ്ട്, സ്ക്രോൾ ലോക്ക് കീ ഉണ്ട്, നം ലോക്ക് കീ ഉണ്ട്, ക്യാപ്സ് ലോക്ക് കീ ഉണ്ട്, പോസ് ഓർ ബ്രേക്ക് കീ ഉണ്ട്, പ്രിന്റ് സ്ക്രീൻ ഉണ്ട്. ഇത്രയും കീകളാണ് ഒരു കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ കാണാൻ കഴിയുന്ന കീകൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ആരോ കീസ്? എന്താണ് ആരോ കീയുടെ പർപ്പസ്? എന്താണ് ആരോ കീയുടെ പർപ്പസ്? The arrow keys are used to move the cursor in 4 directions on the monitor. The arrow keys are used to move the cursor in 4 directions on the monitor. മോണിറ്ററിന്റെ 4 ദിശകളിലേക്കും കഴ്സറിനെ മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കീയാണ് ആരോ കീ. The arrow key are used to move the cursor in 4 directions on the monitor. മോണിറ്ററിന്റെ 4 ദിശകളിലേക്ക്, അതായത് അപ്പ് മുകളിലോട്ടും, അതുപോലെ ഡൗൺ താഴോട്ടും, ലെഫ്റ്റിലോട്ടും, ഇടത്തോട്ടും, റൈറ്റ് വലത്തോട്ടും, ഇങ്ങനെ 4 ദിശകളിലേക്കും എന്താണ് മോണിറ്ററിന്റെ ഇങ്ങനെ 4 ദിശകളിലേക്കും കഴ്സറിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കീയാണ് എന്ത്? ആരോ കീ എന്ന് പറയുന്നത്. The arrow keys are used to move the cursor in 4 directions on the monitor. മോണിറ്ററിന്റെ 4 ദിശകളിലേക്ക്, അതായത് അപ്പ് മുകളിലോട്ടും, ഡൗൺ താഴോട്ടും, ലെഫ്റ്റ് ഇടത്തോട്ടും, റൈറ്റ് വലത്തോട്ടും, ഇങ്ങനെ മോണിറ്ററിന്റെ 4 ദിശകളിലേക്ക് കഴ്സറിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കീയാണ് ആരോ കീ. The arrow keys are used to move the cursor in 4 directions on the monitor. മോണിറ്ററിന്റെ 4 ദിശകളിലേക്കും കഴ്സറിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കീയാണ് ആരോ കീ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ.
Why number keys are used? എന്തിനാണ് നമ്പർ കീ ഉപയോഗിക്കുന്നത്? Number keys are used to enter the numbers into the computer. കമ്പ്യൂട്ടറിലേക്ക് നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീയാണ് നമ്പർ കീ. നമ്പർ കീസ് ആർ യൂസ്ഡ് ടു എൻ്റർ ദ നമ്പേഴ്സ് ഇൻടു ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീയാണ് നമ്പർ കീ. നമ്പർ കീസ് ആർ യൂസ്ഡ് ടു എൻ്റർ ദ നമ്പേഴ്സ് ഇൻടു ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് നമ്പർ എൻ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീയാണ് നമ്പർ കീ. Fourth question നോക്കിക്കേ. How many function keys are there on the keyboard? How many function keys are there on the keyboard? കീബോർഡിൽ എത്ര ഫംഗ്ഷൻ കീ ഉണ്ട്? കീബോർഡിൽ എത്ര ഫംഗ്ഷൻ കീസ് ആണുള്ളത്? There are 12 function keys on the keyboard. കീബോർഡിൽ 12 ഫംഗ്ഷൻ കീ ആണ് ഉള്ളത്. There are 12 function keys on the keyboard. കീബോർഡിൽ 12 ഫംഗ്ഷൻ കീ ആണ് ഉള്ളത്. What is the use of enter key? എന്താണ് enter കീയുടെ ഉപയോഗം? What is the use of enter key? എന്താണ് enter കീയുടെ ഉപയോഗം? The enter key is used to move the cursor to the beginning of the next line. The enter key is used to move the cursor to the beginning of the next line. എന്താണ് enter key ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വരിയിൽ നിന്ന് അടുത്ത ഒരു വരി തുടങ്ങാൻ, നെക്സ്റ്റ് ഒരു ലൈൻ തുടങ്ങുന്നതിന് വേണ്ടി കഴ്സറിനെ മൂവ് ചെയ്യുന്നതാണ് എന്ത് എന്റർ കീ എന്ന് പറയുന്നത്. The enter key is used to move the cursor to the beginning of the next line. അടുത്ത നെക്സ്റ്റ് ഒരു ലൈൻ തുടങ്ങുന്നതിന് വേണ്ടി കഴ്സറിനെ മൂവ് ചെയ്യുന്നതാണ് എന്ത് എന്റർ കീ എന്ന് പറയുന്നത്. The enter key is used to move the cursor to the beginning of the next line. അടുത്ത ഒരു ലൈൻ തുടങ്ങുന്നതിന് വേണ്ടി കഴ്സറിനെ മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കീ ആണ് എന്ത് എന്റർ കീ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി rearrange the jumbled words to find the hidden word. Rearrange the jumbled words to find the hidden word. Jumbled words rearrange ചെയ്തിട്ട് നമ്മൾ ഹിഡൻ ആയിട്ട് കിടക്കുന്ന വേർഡ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Dash key help to type the letters of alphabet in capital letters. Dash key help to type the letters of alphabet in capital letters. എന്താണ് ലെറ്റേഴ്സ് അക്ഷരങ്ങളൊക്കെ തന്നെ ക്യാപിറ്റൽ ലെറ്ററിലാക്കാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ ഏതാണ്? അക്ഷരങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിലാക്കാൻ, അക്ഷരങ്ങളൊക്കെ ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീ ഏതാണ്? അക്ഷരങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ ആണ് ഏത്? ക്യാപ്സ് ലോക്ക്. ഏതാണ്? ക്യാപ്സ് ലോക്ക്. അക്ഷരങ്ങളൊക്കെ തന്നെ ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ ഏതാണ്? ക്യാപ്സ് ലോക്ക്. ഏതാണ്? ക്യാപ്സ് ലോക്ക്. Dash key is used to insert an object or character at the current cursor location. Dash key is used to insert an object or character at the current cursor location. നിലവിലുള്ള കഴ്സർ ലൊക്കേഷനിൽ ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറോ ഇൻസർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ ഏതാണ്? ഇൻസർട്ട് കീ. ഏതാണ്? ഇൻസർട്ട് കീ. ഏതാണ്? ഇൻസർട്ട്. ഏത് കീയാണ്? ഇൻസർട്ട് കീ. Dash key is used to insert an object or character at the current cursor location. കറന്റ് കഴ്സർ ലൊക്കേഷനിൽ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റോ ഇൻസർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ ഏതാണ്? ഇൻസർട്ട് കീ. ഏതാണ്? ഇൻസർട്ട്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Dash key is used to bring the cursor to new line. ഏത് കീയാണ് കഴ്സറിനെ ഒരു പുതിയ ലൈനിൽ തുടങ്ങാൻ സഹായിക്കുന്നത്? ഒരു നെക്സ്റ്റ് ലൈൻ തുടങ്ങാൻ സഹായിക്കുന്ന കീ ഏതാണ്? ഒരു നെക്സ്റ്റ് ലൈൻ തുടങ്ങാൻ വേണ്ടി പ്രസ് ചെയ്യുന്ന കീ ഏതാണ്?
എന്റർ കീ. ഏതാണ്? എന്റർ കീ. എന്റർ. ഏതാണ്? എന്റർ. Enter key is used to bring the cursor to the next line അല്ലെങ്കിൽ new line. Enter key is used to bring the cursor to new line. Fourth question നോക്കിക്കേ. Dash keys are used to move the cursor on the screen. സ്ക്രീനിൽ കാണുന്ന കഴ്സറിനെ മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ ഏതാണ്? ആരോ കീ. Arrow keys are used to move the cursor on the screen. ഏതൊക്കെയാണ്? ആരോ. എന്താണ്? ആരോ. Arrow keys are used to move the cursor on the screen. സ്ക്രീനിൽ കാണുന്ന കഴ്സറിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കീ ഏതാണ്? ആരോ കീ. ഏതാണ്? ആരോ കീ. ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Dash key is used to capture the content on the screen. Dash key is used to capture the content on the screen. സ്ക്രീനിൽ കാണുന്ന കണ്ടന്റ് ക്യാപ്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കീ ഏതാണ്? പ്രിന്റ് സ്ക്രീൻ. സ്ക്രീനിൽ കാണുന്ന കണ്ടന്റ് ക്യാപ്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ ഏതാണ്? പ്രിന്റ് സ്ക്രീൻ. ഏതാണ്? പ്രിന്റ് സ്ക്രീൻ. ഏതാണ്? പ്രിന്റ്. ഏതാണ്? പ്രിന്റ് സ്ക്രീൻ. പ്രിന്റ് സ്ക്രീൻ key is used to capture the content on the screen. സ്ക്രീനിൽ കാണുന്ന കണ്ടന്റ് ക്യാപ്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കീ ഏതാണ്? പ്രിന്റ് സ്ക്രീൻ. കീയാണ് പ്രിന്റ് സ്ക്രീൻ. അപ്പം ഈ ചാപ്റ്ററിന്റെ നോട്ട് ടീച്ചർ ഈ വീഡിയോയുടെ ഒപ്പം ചേർത്തിട്ടുണ്ട്. എല്ലാവരും ഈ നോട്ട്ബുക്കിൽ എഴുതിയെടുത്തിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഒപ്പം എല്ലാവരും പഠിച്ചതിന്റെ വോയിസും ടീച്ചറിന് തരണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ഹിന്ദിയുടെ ക്ലാസ് ആണ്. ഹിന്ദി നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലേ? ഇന്ന് നമ്മൾ വ്യഞ്ജനാക്ഷരമാണ് സ്റ്റാർട്ട് ചെയ്തത്. വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ ക, ഇഖ, ഗ, ഇഖ, മ. നെക്സ്റ്റ് ഛ, ജ, ഛ, ഞ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഇട്ട വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മൾ ലെറ്റർ എന്നുകൂടെ പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച വാക്കുകളോടെ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് ക വെച്ചിട്ട് കബൂത്തർ, കമൽ. ഒന്നുകൂടെ പറഞ്ഞേ. ക, കബൂത്തർ, കമൽ. നെക്സ്റ്റ് എന്താണ്? ഖ. എന്താണ്? ഖ. ഖർഗോഷ്, കങ്കർ. എന്നിട്ട് പറഞ്ഞേ. ഖർഗോഷ്, കങ്കർ. അല്ലേ? ക, ഖ. അല്ലേ? നെക്സ്റ്റ് ഓക്കെ. ഗ. എന്താണ്? ഗ. ഗമല, ഗാൽ. എന്താണ്? ഗമല, ഗാൽ. ഖ, ഖ, ഗ. നെക്സ്റ്റ് ഓക്കെ. ഖ. ഖടി, ഖർ. എന്താണ്? ഖടി, ഖർ. ഖ, ഖ, ഗ, ഖ, ങ. അല്ലേ? ങ വരെയാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ഓക്കെ. ച, ഛ, ജ, ഛ, ഞ. എന്താണ്? ച, ഛ, ജ, ഛ, ഞ. ച വെച്ചിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? ചർക്ക, ചമ്മച്ച്. ഇതൊക്കെയാണ് ചർക്ക. നെക്സ്റ്റ് ച, ഛ. ഛ എന്തൊക്കെയാണ്? ചടി, ചതരി. എന്തൊക്കെയാണ്? ചടി, ചതരി. അല്ലേ? ചടി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റിക്ക്. ചതരി, അംബർല. ചതരി എന്താണ്? അംബർല. ച, ഛ. നെക്സ്റ്റ് എന്താണ്? ജ. ഏതാണ്? ജ. ജ, ജഗ്, ജഹാജ്. ജ വെച്ചിട്ട് എന്തൊക്കെയാണ്? ജഗ്, ജഹാജ്. ച, ഛ, ജ. നെക്സ്റ്റ് എന്താണ്? ഛ. എന്താണ്? ചൂല, ഛണ്ട. എന്തൊക്കെയാണ്? ചൂല, ഛണ്ട. ചൂല മീൻസ് എന്താണ്? സ്വിംഗ്. അല്ലേ?
ചണ്ട, ഫ്ലാഗ്. നെക്സ്റ്റ് എന്താണ്? ഞാ. എന്താണ്? ഞാ. ഞാ വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തില്ല, വാക്കുകൾ ഇല്ല. നമ്മള് എഴുതുമ്പോൾ ഹിന്ദി ലെറ്റർ എഴുതുമ്പോൾ കാ തൊട്ട് ങാ വരെ ഒറ്റ ലൈൻ അല്ലേ, ഫസ്റ്റ് ലൈൻ ആയിട്ട് എഴുതുക. അവിടെ ഇടയ്ക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വാക്ക് ലെറ്റർ മുറിച്ച് എഴുതാനായിട്ട് പാടില്ല കേട്ടോ. ക, ഖ, ഗ, ഘ, ങ. നെക്സ്റ്റ് എന്താണ്? ച, ഛ, ജ, ഛ, ഞ. ച, ജ, ജ, ഛ, ഞ. കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുള്ളതാണ് ആ ഠ അല്ലേ. ഠ, ഠ, ഡ, ഠ, ണ. എന്താണ്? ഠ, ഠ, ഡ, ഠ, ണ. ഇപ്പൊ ടാ വെച്ച് നമ്മൾ പഠിച്ചു ആ ടമാറ്റർ. ഠ, ടമാറ്റർ. ടം ടം. ഠ, ടമാറ്റർ. ടം ടം. എന്താ ടമാറ്റർ എന്ന് വെച്ചാല്? ആ ടൊമാറ്റോ. ടമാറ്റർ, ടൊമാറ്റോ. ഠ, ഠ, ഡ, ഠ, ണ അല്ലേ. ഡ, ഠ, ട, ഠ, ണ. എന്നോട് പറഞ്ഞേ. ഠ, ഠ, ഡ, ഠ, ണ. ഠ, ടമാറ്റർ. ടം ടം. ഠ, ഡം. ഡ വെച്ചിട്ടുണ്ടെന്ന് ഠ വെച്ചിട്ട് ആ ഠേര, ഠേര, ടങ്. എന്താണ്? ഠേര, ടങ് കേട്ടോ. ഠേര, ടങ്. ഠ, ഠേര, ടങ്. എന്താണ് ലെറ്റർ പഠിച്ചു? ഏതൊക്കെയാണ്? ഠ, ഠ. ഇതൊക്കെയാണ് ഠ, ഠ, ഡ, ഠ, ണ. ഠ, ഠ, ഡ, ഠ, ണ. അതുകൊണ്ട് എഴുതിയത് ഠ, ഠ, ഡ, ഠ, ണ. ഠ, ഠ, ഡ, ഠ, ണ അല്ലേ. ഠ വെച്ചിട്ട് ടമാറ്റർ, ടം ടം. എന്തൊക്കെയാണ്? ടമാറ്റർ. ടമാറ്റർ മീനിങ് പറഞ്ഞേ. ടൊമാറ്റോ. ടമാറ്റർ, ടൊമാറ്റോ. ടം ടം. എന്താണ് ടം ടം? ആ കിഴിക്ക്. എന്താണ്? കിഴിക്ക്. നെക്സ്റ്റ് എന്താണ്? ഠേര. ഠേര എന്താണ്? ഠേര ആ ടിങ്കർ. ഠേര, ടിങ്കർ. ടങ്ക്, ഫേക്കർ. ടങ്ക്, ഫേക്കർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ലെറ്റർ പഠിച്ചെടുക്കാണ്. ട, ആ ട, ഠ. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട, ഠ, ഡ അല്ലേ. ഡ വെച്ചൊരു ഫസ്റ്റ് വേർഡ് എന്താണ്? ഡമരു. എന്താണ്? ആ ഡമരു. ഡമരു എന്താണ്? ഡമരു, ഡമരു. പെലഡ്രം. എന്താണ്? ടീച്ചർ നോക്കി. ഇതെന്താണ്? ഡമരു. ഡമരു എന്താണ്? പെലഡ്രം. എന്താണ്? പെലഡ്രം. ഡമരു. ഡമരു, പെലഡ്രം. നെക്സ്റ്റ് എന്താണ്? ഡലിയ. ഡലിയ എന്താണ്? ഡലിയ സ്മാൾ ബാസ്കറ്റ് കേട്ടോ. ആ സ്മോൾ ബാസ്കറ്റ് ആണ് പറയുന്നത് ഡലിയ എന്ന് പറയാം അല്ലേ. ടാഗിൽ രണ്ട് വാക്കുകൾ ഏതൊക്കെയാണ്? ഡമരു, ഡലിയ. ഇതൊക്കെയാണ് ഡമരു, ഡലിയ. ഡമരു എന്താണ്? പെലഡ്രം. ഡമരു, പെലഡ്രം, ഡലിയ, സ്മാൾ ബാസ്കറ്റ് അല്ലേ. നെക്സ്റ്റ് എന്താണ്? ഠ. എന്താണ്? ടോലർ. എന്താണ്? ടോലർ അല്ലേ. ടോലർ എന്താ? ടോലർ ടമ്പർ. ടോലർ മീനിങ് എന്താണ്? ടമ്പർ. റീഡിയിലെ ലെറ്റർ റീഡിയിലെ ഠ. എന്താണ്? ആ ഠ. ടോലർ, ടമ്പർ. ടോലർ എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ആ ടമ്പർ. ടോലർ, ടമ്പർ. നെക്സ്റ്റ് എന്താണ്? ടക്കൻ. എന്താണ്? ടക്കൻ. ടക്കൻ എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ലിഡ്. എന്താണ്? ലിഡ്.
നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് 2 ലെറ്റർ ആണ് പഠിച്ചിരിക്കുന്നത്. ഡാറ്റ എന്താണ്? ഡാറ്റ എന്താണ്? ഡാറ്റ. അപ്പൊ ഡാ വെച്ചിട്ട് ഡമരു, ഡലിയ. ഡമരു മീൻസ് pellet drum. ഡലിയ മീൻസ് സ്മോൾ ബാസ്കറ്റ്. നെക്സ്റ്റ് എന്താണ്? ധോലക്. എന്താണ്? ധോലക്. അല്ലേ? വെച്ചിട്ട് ധോലക്. തഖൻ. ധോലക് മീൻസ് tamper. തഖൻ മീൻസ് ലിഡ്. എന്താണ്? ലിഡ് അതായത് അടപ്പ് കേട്ടോ. ലിഡ് ഇച്ചിരി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ട ഥ ന. നെക്സ്റ്റ് ഏതാണ്? ന. ഠ ഡ ഥ ന. ഡ ത ന. അല്ലേ? വെച്ചിട്ട് തമരു. തമരു എന്താ മീനിങ് പറഞ്ഞേ? pellet drum. എന്താണ്? pellet drum. നെക്സ്റ്റ് എന്താണ്? ഹെലിയ. ഹെലിയ മീൻസ് എന്താണ്? സ്മോൾ ബാസ്കറ്റ് ആണ് ഹെലിയ എന്ന് പറയുന്നത്. ധോലക്. എന്താണ് ഇത്? ധോലക്. ധോലക് മീൻസ് എന്താണ്? tamper. എന്താണ്? tamper. നെക്സ്റ്റ് എന്താണ്? തഖൻ. എന്താണ്? തഖൻ. പറഞ്ഞേ? തഖൻ. തഖൻ മീൻസ് എന്താണ്? ലിഡ്. നെക്സ്റ്റ് ലാസ്റ്റ് ലെറ്റർ ഏതാണ്? ന. എന്താണ്? ന. ന വെച്ചിട്ട് കുട്ടികൾ വേർഡ്സ് നമുക്ക് പഠിക്കാനില്ല. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സില് അതായത് നെക്സ്റ്റ് 5 ലെറ്റർ നമ്മൾ പഠിച്ചതൊക്കെയാണ് ട ഠ ട ന. എന്താണ്? ഠ ട ഡ ഠ ന. ഒന്നുകൂടെ എഴുതിയേ. ഠ ഠ ഡ ട ന. ഡാട്ട ഡാഠ ന. അല്ലേ? ഠ വെച്ചിട്ട് പറഞ്ഞേ ടമാട്ടർ. ടം ടം. ടമാട്ടർ, ടൊമാറ്റോ, ടം ടം. എന്താണ്? കേക്ക്. നെക്സ്റ്റ് എന്താണ്? ഥോ. അല്ലേ? ടഠേര. എന്താണ്? ടഠേര. ടഠേര മീൻസ് ടിങ്കർ, ടങ്ക്, പേക്കർ. നെക്സ്റ്റ് എന്താണ്? ഡ. എന്താണ്? ഡ. ഡമരു, ഡലിയ. ഡ. ഡമരു, ഡലിയ. നെക്സ്റ്റ് എന്താണ്? ഠ. ധോലക്, ടങ്കൻ. ധോലക്, ടങ്കൻ. ന. ന വെച്ചിട്ട് നമുക്ക് എന്തില്ല? പ്രത്യേകിച്ച് വാക്കുകളില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ബോർഡിൽ ഒന്നും കൂടെ ജസ്റ്റ് വാക്കുകൾ ലെറ്റർ ഒന്ന് പറഞ്ഞുതരാം. ഠ ഠ ഡ ഠ ന. എന്താണ്? ഠ ഠ ഡ ഠ ന. ഠ വെച്ചിട്ട് പഠിച്ച വാക്കുകളൊക്കെയാണ് ടമാട്ടർ, ടം ടം. അല്ലേ? ടമാട്ടർ, ടം ടം. നെക്സ്റ്റ് എന്താണ്? ഠ. എന്താണ്? ടഠേര, ടങ്ക്. ഇതൊക്കെയാണ് ടഠേര. നെക്സ്റ്റ് എന്താണ്? ഡ. ഡ വെച്ചിട്ട് എന്താണ്? ഡമരു. ഡമരു. പറഞ്ഞേ ഡമരു. ഡമരു എന്താണ്? ഡമരു. pellet drum. എന്താണ്? ഡമരു. pellet drum. പറഞ്ഞേ ഡമരു. pellet drum. ഡമരു. pellet drum. പറഞ്ഞേ ഡ. ഡമരു. ഡലിയ. ഡമരു മീൻസ് pellet drum. ഡലിയ മീൻസ് small basket. എന്താണ്? ഡ. ഡമരു. ഡലിയ. ഡമരു മീൻസ് pellet drum. ഡലിയ മീൻസ് small basket. അല്ലേ? നെക്സ്റ്റ് എന്താണ്? ഠ ഠ. ഠ എന്താണ്? ധോലക്, tamper. ധോലക് എന്താണ്? tamper. ഠ ധോലക്, തഖൻ. ഠ ധോലക്, തഖൻ. അല്ലേ? ധോലക് എന്താണ്? tamper, തഖൻ, ലിഡ്. ഠ ധോലക്, tamper, തഖൻ, ലിഡ്. നെക്സ്റ്റ് എന്താണ്? ലാസ്റ്റ് ലെറ്റർ ഏതാണ്? ന. ന വെച്ചിട്ട് നമുക്ക് വേർഡുകളുണ്ട് പഠിക്കാനായിട്ട്. ഇല്ല, നമുക്കില്ല. ന വെച്ചിട്ട് വേർഡുകളില്ല. അപ്പൊ നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ ഇതുവരെ പഠിച്ച ലെറ്റേഴ്സ് അതായത് ക തൊട്ട് കായ്ക്ക കായ്ക്ക ക, ചായ്ച്ച ചായ്ച്ച ഞ, ഡായിട്ട് ഡാ വരെ ആദ്യം ഒരു ഫസ്റ്റ് പേജില് അതായത് ഹിന്ദി നോട്ട്ബുക്കിൽ ഇനിയുള്ള നെക്സ്റ്റ് പേജില് 3 വരിയായിട്ട് നമ്മൾ പഠിച്ച അത്രയും കാണാൻ എഴുതിയതിനു ശേഷം എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇന്ന് പഠിച്ച ഈ വാക്കുകളോട് എഴുതി പഠിച്ചാൽ ആദ്യം ലെറ്റേഴ്സ് എഴുതി പഠിക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക? ഈ വാക്കുകൾ പഠിക്കുക കേട്ടോ. വാക്കുകൾ 4 വാക്കുകളും നന്നായിട്ടൊന്ന് എഴുതി പഠിക്കുക. അപ്പൊ ഏതൊക്കെയാ വാക്കുകൾ? അപ്പൊ ഏതൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച വാക്കുകൾ ഏതൊക്കെയാണ്? ഡമരു, ഹലിയ. നമ്മൾ എഴുതിയത് ഡമരു, ഹലിയ. അല്ലേ? വെച്ചിട്ട് 2 വാക്കുകൾ ഏതൊക്കെയാണ്? ഡമരു, ഹലിയ. മീനിങ് എന്താണ്? pellet drum. എന്താണ്?
velodrum. Amaru, velodrum, Helia, small basket. Helia എന്താണ്? Small basket. Tamaru, velodrum, Helia, small basket. Next എന്താണ്? എന്താണ്? Thola, tumber. Thola means എന്താണ്? Tumber. അവരുടെ രണ്ട് വാക്കുകൾ Thola, Tucken. ഇതൊക്കെയാണ് Thola, Tucken. Thola means എന്താണ്? Tumber. Tucken means lid. അല്ലേ? അടപ്പ്. Thola means Tucken means എന്താണ്? Lid. Thola means tumber. Next letter ഏതാണ്? Na. എന്താണ്? ഏത് letter ആണ്? Na. Letter ഒന്നുകൂടി എഴുതിയേ. Ta, ta, da, ta, na. ഒന്നുകൂടി എഴുതിയേ. Ta, ta, da, ta, na. ലെറ്റർ അറിയാമല്ലോ. ഈ ലെറ്റർ നന്നായിട്ട് എഴുതി പഠിക്കുക. അതിനുശേഷം വേർഡുകൾ, ഹിന്ദി വേർഡും അതിന്റെ ഇംഗ്ലീഷ് വേർഡും എന്ത് ചെയ്യുക, നോട്ട്ബുക്കിലോട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് എഴുതി പഠിക്കുക കേട്ടോ. ടമരു, ഹെലിയ, ഠോലക്, ടക്കൻ, ഈ 4 വേർഡ്സുകളാണ് കേട്ടോ. ടമരു എന്താണ്? ടമരു എന്താണ്? വെലഡ്രം അല്ലേ. നെക്സ്റ്റ് എന്താണ്? ഹെലിയ. ഹെലിയ എന്ന് വെച്ചാൽ എന്താണ്? സ്മോൾ ബാസ്കറ്റ്. എളുപ്പമല്ലേ? ടീച്ചർ ഇപ്പോൾ ഒരുപാട് നേരം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് പഠിക്കാം. നെക്സ്റ്റ് എന്താണ്? ഠോലക്. ഠോലക് മീൻസ് എന്താണ്? ഠോലക് മീൻസ് ടംബർ. ഠോലക് മീൻസ് എന്താണ്? ടംബർ. നെക്സ്റ്റ് എന്താണ്? ടക്കൻ. ടക്കൻ മീൻസ് എന്താ മീനിങ്? ലിഡ്. എന്താണ്? ലിഡ്. ടക്കൻ, ലിഡ്. അപ്പൊ 4 വാക്കുകൾ അല്ലേ. പിന്നെ എന്താണ്? നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? ന. ആ ലെറ്റർ എന്ത് ചെയ്യാം, വാക്കുകൾ ഇല്ലെങ്കിൽ പോലും ആ ലെറ്റർ എന്ത് ചെയ്യാം, നന്നായിട്ട് നോർത്ത് വെക്കുക അല്ലേ. ട, ഠ, ദ, ത, ന. അതെന്ത് ചെയ്യാം, ആ വാക്കുകൾ പഠിക്കുമ്പോഴത്തേക്ക് ആ ഒരു ലൈൻ തീരും. നെക്സ്റ്റ് ലൈൻ എന്താണ് നമ്മൾ പോകുന്നത്? ഠ, ഠ, ദ, ഠ, ന പോകുന്നത് അല്ലേ. അങ്ങനത്തത് നെക്സ്റ്റ് സെക്ഷൻ ആണ്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, ഇത്രയും വാക്കുകൾ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.